നയനവും താവക മഹിമയെഴുന്നൊരു മഹിതലവും ഒരു വലിയ പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. കേരള കരമാലിന്യ പരിപാലന പദ്ധതിയുടെ KSWMP മക്കൾ ദിനന്തികെ ഇന്നിടുന്നു, മക്കൾ ദിനന്തികെ ഇന്നിടുന്നു. ഇന്ന് അത് രാവിലെ നടക്കുമ്പോൾ അദ്ദേഹം സൈക്കിൾ യാത്ര ആരോഗ്യ മേഖലയിൽ സ്വന്തം ഈ പരിപാടികളൊക്കെ അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവികൾ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾ ഒഴുക്കുന്ന ഈ ദിവസം ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി മാറട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കലക്ടർക്കും അതുപോലെ തന്നെ MLAക്കുമൊക്കെ ഒട്ടനവധി പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരെ പോലെ ആർക്ക് എന്ത് പരാതികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ വർഷങ്ങളായി മഞ്ചേരിയിലെ വേസ്റ്റുകൾ ഇട്ടിരുന്ന ഈ പ്രദേശം ഒരു സംസാരിക്കുന്ന പ്രിയപ്പെട്ട VM സുബൈദ അവരുടെ സെൽവകാരിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഇന്ന് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ആളുകളാണ് നമ്മൾ. ഒരു ചെറിയ പരിമിതിക്കുള്ളിൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യ അതിഥി പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദ് കുമാർ അവരുടെ സ്വപ്നം ഇതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ ഈ വേസ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കിയതിനു ശേഷം സഹോദരന്മാർ ഏറെ സന്തോഷത്തോടും വികസന കാര്യങ്ങൾ ഒരുപാട് മുൻപിലാണ് നമ്മളൊക്കെ. ഈ മൊബൈലൊക്കെ താഴ്ത്തിട്ടോ ഏട്ടാ, ഈ മൊബൈൽ ഒന്ന് താഴ്ത്തി അല്ലെങ്കിൽ ഓക്കെ. ഇയാൾ കുറച്ച് ബാക്കിൽ MLA ഒന്നും കാണാം. ഓക്കെ, റെഡി സാർ. കൊടുക്കട്ടെ, എത്ര ഉണ്ടാവും? ഈ വാർഡിലെ കൗൺസിലർ, നമുക്കറിയാം ഏതൊരു പ്രവർത്തിക്കും അത് വാർഡ് കൗൺസിലറുടെ ഒരു സപ്പോർട്ട് നിർബന്ധമാണ്. ആദ്യമൊക്കെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് സാധ്യമല്ല. എന്നാലും ഈ മാലിന്യ സംസ്കരണം ഒരു പ്രശ്നമായി അവശേഷിക്കും. റോഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും, വൈദ്യുതികൾ എത്തിക്കാൻ സാധിക്കും, കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്നത് പലപ്പോഴും വളരെ പ്രയാസത്തിലാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് പറയാൻ കേരള സംസ്ഥാന ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ അത് കൂനകളായി ഉയർന്ന്
ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന മാലിന്യ കൂനകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മഞ്ചേരി നഗരസഭയിൽ ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി പലതവണ കൗൺസിൽ യോഗം ചേരുകയും വേട്ടക്കുടന്ന് ആളുകളില്ലാത്ത ഇവിടെ ഒന്നും വീടുകളില്ലാത്തൊരു സ്ഥലം ഈ വേട്ടക്കുടയായിരുന്നു. പിന്നെ പരിസര പ്രദേശങ്ങളിൽ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ട്രെഞ്ചിങ് ഗ്രൗണ്ടൊക്കെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി തീരുമാനിച്ചത്. മാലിന്യ സംസ്കരണം അത് പുതിയ ഭരണസമിതി മാറിയപ്പോൾ അതിൽ നിന്ന് വളം ഉണ്ടാക്കാനുള്ള ഒരുപാട് പരിശ്രമം നടത്തി. പക്ഷെ അപ്പോഴും ആളുകൾക്ക് പ്രയാസം. അപ്പോഴാണ് എന്നാൽ മാലിന്യം മെല്ലെ നിർത്തി അതിൻ്റെ മുകളിൽ മണ്ണിടാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ പക്ഷികൾ, കാക്കകൾ, പരുന്നുകൾക്ക് എടുത്തുകൊണ്ടുപോയി മറ്റു കിണറുകളൊക്കെ ചേർക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം. അതുകൊണ്ടാണ് മണ്ണ് മൂടാൻ വേണ്ടി തീരുമാനിക്കുന്നത്. പിന്നെ അത് കാണൂലല്ലോ. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇതിനടിയിൽ വലിയ മാലിന്യ കൂമ്പാരമാണ്. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് ഇവിടുത്തെ നമ്മുടെ ഏഷ്യൻ ബാങ്കും ലോക ബാങ്കും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും സാമ്പത്തിക സാങ്കേതിക പിന്തുണയോടുകൂടിയാണ് കേരളത്തെ 20 നഗരസഭകളിൽ നടപ്പാക്കുന്നത്. അതിൽ മഞ്ചേരി ഉൾപ്പെട്ടു, മലപ്പുറം ഉൾപ്പെട്ടു. ഇവിടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെയും യാതൊരു ആശങ്കയും കൂടാതെ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വളരെ മാതൃകാപരമായ പരിപാടിയാണ് മഞ്ചേരി നഗരസഭ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇതിനെ പ്രത്യേകിച്ച് നഗരസഭ വളരെയധികം അഭിനന്ദനം അർഹിക്കും. കാരണം ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം തീർച്ചയായും നമുക്കൊരു ഭീഷണി തന്നെയാണ്. പ്രശ്നങ്ങളില്ലാതെ കെട്ടിക്കിടക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഇതിൽ നിന്നുണ്ടാകുന്ന പല രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വസ്തുക്കൾ കിണറുകളെയും അതോടൊപ്പം ഗ്രൗണ്ട് വാട്ടറിനെയും പൊള്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു വിപത്താണ് ഇത്രയധികം മാലിന്യം, ടൺ കണക്കിന് മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഏതൊരു ഫയർ ഹസാർഡ് പോലെ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ മുഴുക്കം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീപിടുത്തം ഒരുപക്ഷെ ഉണ്ടായിക്കൂടുന്നില്ല എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ബയോമൈനിങ് എന്ന് പറയുന്ന ശാസ്ത്രീയമായ പരിപാടിയുമായിട്ട് മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോയത്. ബയോമൈനിങ്ങിലൂടെ ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഇതിൽ നിന്നുണ്ടാകുന്ന ഈ കെട്ടിക്കിടക്കുന്ന വസ്തുക്കളിൽ നിന്ന് പല രാസപ്രവർത്തനങ്ങളിലൂടെ അപകടകരമായ പല ഗ്യാസുകളും പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ ഇതില്ലാത്ത രീതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പരിസരവാസികൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ഇതല്ലാതെ മറ്റൊരു പ്രോസസ്സിലേക്ക് നമ്മൾ ആലോചിക്കാനേ പറ്റില്ല. കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല വാതകങ്ങളും ഇവിടെ റിലീസ് ചെയ്യപ്പെടുകയും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് വളരെ മാതൃകാപരമായ കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പം മഞ്ചേരി നഗരസഭ നവകേരള ശുചിത്വം പാലിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. വളരെ മാതൃകാപരമാണ്. അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോഡിൽ വലിച്ചെറിയുന്ന ശീലം തീർച്ചയായിട്ടും തടയുന്നതിന് വേണ്ടി വളരെ കർശനമായ നടപടികൾ വീണ്ടും നഗരസഭ മുമ്പോൾ പിന്തുടർന്നു കൊണ്ടുപോകണം. അപ്പം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ ഓരോ ദിവസവും കുറച്ച് സമയം വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് വളരെ നല്ലൊരു നഗരസഭയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ട് സാധിക്കും.